to a new vlog of Megan's Castle. ഇപ്പോൾ തൊമ്മുവിൻ്റെ വീട്ടിലാണ്. തൊമ്മുവിൻ്റെ ഇരിട്ടിയിലാണ് തൊമ്മുവിൻ്റെ വീട്. കണ്ണൂർ ജില്ലയിൽ ഇരിട്ടിയിൽ കല്ലുവയിലാണ് തൊമ്മുവിൻ്റെ വീട്. അപ്പോൾ തൊമ്മുവിൻ്റെ വീട്ടിലിപ്പോൾ തൊമ്മു എത്തിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസമായി. ഞങ്ങൾ കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വ്ളോഗൊന്നും അങ്ങനെ ചെയ്തില്ല. അപ്പം നമ്മൾ നാളെ തിരിച്ച് ദുബായിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങൾ വിചാരിച്ചു തൊമ്മുവിൻ്റെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും തൊമ്മുവിൻ്റെ കുറച്ച് കളികളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന്. തൊമ്മു ഇപ്പം ഓടി നടക്കാൻ പഠിച്ചു. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പഴയ തൊമ്മുമല്ല, തൊമ്മു ബിഗ് ബോയ്. തൊമ്മു ഓടി നടക്കും അല്ലേ? തൊമ്മു കുറച്ച് വർത്താനങ്ങളൊക്കെ പറയും. ഇപ്പം ആണെങ്കിൽ ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോൾ എവിടെയോ പോവാന്ന് വിചാരിച്ച് എവിടെയോ ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് തൊമ്മു. വഴിയാണ്. അപ്പം വീട്ടിൽ പോയി കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. വീടിൻ്റെ ചുറ്റുവട്ടവും പരിസരങ്ങളും വീടും ഒക്കെ കാണാം. തൊമ്മു ഇച്ചിരി ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്ന വഴക്കായിരുന്നു. അതുകൊണ്ട് തൊമ്മുവിനെ കൊണ്ട് കിടത്തി ഉറക്കി. പിന്നെ നമുക്ക് തൊമ്മുവിൻ്റെ വീടൊന്ന് നമുക്ക് കാണാം. ബാക്കി കാണുന്നത് ഇതാണ് ഞങ്ങളുടെ വീട്. നമുക്ക് വീട്ടിൽ പോയിട്ട് വീട്ടിലത്തെ കുറച്ച് കാര്യങ്ങൾ വീടിൻ്റെ എൻട്രൻസ് സിറ്റ് ഔട്ടാണ്. കാട്ടിലൊക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. വീടിനുള്ളത് നമ്മൾ പോവാണ്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ ആണ്. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ പുതിയ പരിഷ്കാരമാണ് ഒരു കുഞ്ഞ് അക്വേറിയം. അപ്പയ്ക്കും മമ്മിക്കും മീനുകളെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് അക്വേറിയം. അതിനകത്തൊരു 3-4 കുഞ്ഞു മീനുകളുള്ള കുഞ്ഞ് അക്വേറിയം ഉണ്ട്. പിന്നെ ഇതിനകത്ത് പിന്നെ നോവലിൻ്റെയും മീമോളുടെയും കുറേ എന്താ പറയുക ഷീൽഡും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ TV ഉണ്ട്. ഈ നമ്മുടെ ലിവിങ് ഏരിയയിൽ വരുന്നത് ഡൈനിങ് ഏരിയയിലോട്ടാണ്. ചെറിയൊരു ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയോട് കൂടെ തന്നെ നമ്മളൊരു ഓപ്പൺ കിച്ചണുണ്ട്. ഇപ്പം ഫുള്ളൊരു മെസ്സായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ തിരിച്ച് പോകാനുള്ള പാക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് അത് ഫുൾ മെസ്സായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഡൈനിങ് ഏരിയയുടെ അപ്പുറത്തെ സൈഡിൽ എന്താ പറയുക ഫേവറേറ്റ് ഏരിയ സ്റ്റെയർ. ഓടി മുകളിലോട്ട് കയറും. പക്ഷെ താഴോട്ട് ഇറങ്ങാൻ എനിക്ക് തിരിച്ച് ഏരിയ സ്റ്റെയർസ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും ഈ ഒരു സമാധാനം കിട്ടിയാല. അത് പറഞ്ഞങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ മമ്മി അറിഞ്ഞ് ഓടിക്കും. പക്ഷെ എന്നാലും ഞങ്ങളുടെ ഈ വീട് ഡിസൈൻ ചെയ്ത് തന്നത് നമ്മുടെ കാലിക്കറ്റ് ഡി-സിഗ്നേച്ചർ ആർക്കിടെക്റ്റ് അവ്യയാണ്. അടിപൊളി ഡിസൈനാണ്. ഇഷ്ടംപോലെ വെളിച്ചവും കാറ്റും ഒക്കെ കിട്ടുന്ന തരത്തിലുള്ള സൂപ്പർ ഡിസൈനാണ്. നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട് ഓരോ സമയം ഇവിടെ ഇരിക്കുന്ന ടൈമിൽ. അധിക സമയമൊന്നും ഒരു വർഷത്തിൽ ഞങ്ങൾക്ക് കിട്ടാറില്ല ഇവിടെ ഇരിക്കാൻ വേണ്ടി. എന്നാൽ പോലും വളരെ ആസ്വദിച്ചിരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ അവൻ്റെ ഡിസൈനും എല്ലാം ചെയ്തു തന്നേക്കുന്നത്. എൻ്റെ ഒപ്പം പഠിച്ചതാണ് അവ്യ. അപ്പോൾ ഡി-സിഗ്നേച്ചർ കാലിക്കറ്റിനും അവ്യയ്ക്കും ഞങ്ങളുടെ പ്രത്യേകമായ ബിഗ് താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് നാട്ടിലെ കാഴ്ചകൾ കാണാം. കല്ലുവയിലെ കുറച്ച് കാഴ്ചകളും പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇതിലക്കടെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചെറിയ ചെറിയ കാഴ്ചകൾ നമ്മുടെ പള്ളിയുടെ ചുറ്റുപാടും അതുപോലെ നമ്മുടെ കല്ലുവയിലെ വഴികളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. കുറച്ച് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ കല്ലുവേൽ എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമം. പള്ളിയുടെ താഴ്ഭാഗം കൊണ്ട് കുറച്ച് കടകളും ഈ കാണുന്നതാണ് ഞങ്ങളുടെ ടൗണ്. ഒരുപാട് കാലം യാത്ര ചെയ്ത വഴികൾ. എത്രത്തോളം യാത്ര ചെയ്താലും മടുക്കേലാത്ത, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും പോയാലും തിരിച്ച് എത്രയും പെട്ടെന്ന് ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സുന്ദരമായ ഗ്രാമമാണ് ഈ കാണുന്നത്. ഇവിടുന്ന് ഒരുപാട് പേര് ദുബായിലും മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ആ നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സ് റീകളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ട് ഇവിടുന്ന് പോയവർക്ക്. എന്താണേലും ഞങ്ങളുടെ സുന്ദരമായ ഗ്രാമം ഒന്നും കൂടെ എല്ലാവർക്കും കാണട്ടെ. നമ്മളിപ്പോൾ ഉള്ളത് തൊമ്മുവിൻ്റെ ഇടവക പള്ളിയിലാണ്. സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കല്ലുവഴി. ഇവിടെയാണ് തൊമ്മുവിൻ്റെ മാമോദിസ ഞങ്ങൾ നടത്തിയത്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ മാമോദിസ നടത്തി. ഇപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷനൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. 10-20 പേർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പപ്പയുടെയും മമ്മിയുടെ സഹോദരങ്ങളൊക്കെ വിളിച്ച് ഞങ്ങൾ ചെറിയ രീതിയിൽ ഒരു മാമോദിസ നടത്തി.
അങ്ങനെ തൊമ്മു ക്രിസ്ത്യാനിയായി. അപ്പോൾ തൊമ്മുവിൻ്റെ ഇടവക പള്ളിയാണ് ഈ കാണുന്നത്. ഞങ്ങളുടെ കല്ലുവേലിൻ്റെ ഐക്കണാണിത്, സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കല്ലുവേൽ. ഇത് നമ്മുടെ ചെമിത്തേരി. പണ്ടത്തെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ അടിപൊളിയായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ചെമിത്തേരി, അതിനോട് ചേർന്നിട്ട് പള്ളിമുറി. തൊമ്മുവിൻ്റെ മാമോദീസ അങ്ങനെ കഴിഞ്ഞു. ഇപ്പോഴത്തെ ഞങ്ങളുടെ പള്ളി വികാരി ഫാദർ സേവിയർ തേലക്കാട്ടച്ഛനാണ്. അച്ഛനാണ് തൊമ്മുവിനെ മാമോദീസ മുക്കിയത്. പള്ളിയോട് ചേർന്നിട്ട് തന്നെ, പള്ളിമുറിയോട് ചേർന്നിട്ടാണ് ഞങ്ങളുടെ സെൻറ്റ് ആൻ്റണീസ് LP സ്കൂൾ. ഈ കാണുന്ന ആണ് ഇവിടുത്തെ LP സ്കൂള്. അതുപോലെ തന്നെ പള്ളിയുടെ മുറ്റത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കല്ലുവേലിൻ്റെ ഒരു ഭംഗിയാണ് ഈ കാണുന്നത്. ഇവിടെ വരുന്ന എല്ലാവരും ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. ഇവിടെ വന്ന് കാഴ്ചകൾ കാണാൻ. പള്ളിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കി പോകുന്ന വഴിയാണ്. പിന്നെ പള്ളിയിലേക്ക് കയറുന്ന കൈവരിയാട്ടോ ഈ കാണുന്നത്. തൊമ്മുവിൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു ചെറിയ തോടുണ്ട്. അപ്പോൾ അത് ഇറങ്ങി അവിടെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് തൊമ്മുവിൻ്റെ ലക്ഷ്യം. ഞങ്ങൾക്ക് ദുബായ് കിട്ടാത്തൊരു സംഭവം കൂടിയാണ് ഈ ഇങ്ങനെയുള്ള കുറച്ച് നാച്ചുറൽ റിസോർട്സ്. ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ വെള്ളത്തിലിറങ്ങാൻ പേടിയാണെങ്കിലും ഇപ്പം തൊമ്മുവിന് ഇങ്ങനെയുള്ള സ്ഥലങ്ങളോടൊക്കെ വളരെയധികം ഇഷ്ടമാണ്. അപ്പം ഞങ്ങളും അത് വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇവിടുന്ന് നാട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾക്ക് അവിടെ കിട്ടാത്തത് കൊണ്ടും ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ കാണുന്നത് ഞങ്ങൾ ഒരു ബീച്ചിൽ പോയിരുന്നു. ബീച്ചിൽ പോയിട്ട് കുറച്ചധികം സമയം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. ദുബായിൽ ബീച്ചുണ്ടെങ്കിലും ഇവിടുത്തെ അത്രയും തിരമാലയൊന്നും ദുബായിൽ ഞങ്ങൾക്ക് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ആയിരുന്നു. പപ്പയും മമ്മിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കണ്ടു. ഇതൊക്കെ ഞങ്ങൾക്ക് അടുത്ത ഒരു വർഷത്തേക്ക് കുറച്ചധികം എനർജി തരുന്ന ഒരു കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങളെല്ലാം കുറച്ചധികം സമയം ആസ്വദിച്ചു. ഇനി അടുത്തൊരു സംഭവം കാണിച്ചു തരാം. പപ്പയും തുമ്പും കൂടെ തൂക്കുപാലത്തെ നിൽക്കുന്നുണ്ടോ. ഞങ്ങൾ പയ്യാവൂർ ഒരു കസിൻ്റെ അടുത്ത് പോയിരുന്നു. അവിടെ നിന്ന് കിട്ടിയതാണ് ഈ തൂക്കുപാല എക്സ്പീരിയൻസ്. ഈ കാണുന്നത് മേനോനാങ്കിളാണ്. ഞങ്ങളുടെ തൊമ്മുവിൻ്റെ പപ്പേൻ്റെ കൂട്ടുകാരനാണ്. മേനോനാങ്കിളിൽ കാറ് പാർക്കിങ്ങിൽ നിർത്തിയിട്ട് കഴിഞ്ഞാൽ തൊമ്മുവിനെ ഓടിച്ചു നോക്കണം. അങ്ങനെ തൊമ്മു ടാറ്റ നെക്സോൺ ഓടിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ ബട്ടണുകളും പിടിച്ച് ഞെക്കി അതെല്ലാം മേനോനാങ്കിൾ വൃത്തിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാം അത് കഴിഞ്ഞ് തൊമ്മു ഒന്ന് ഓടിച്ചു നോക്കി അപ്രൂവൽ കഴിഞ്ഞതിന് ശേഷമാണ് മേനോനാങ്കിൾ വീട്ടിൽ പോയത്. ഞങ്ങളുടെ ഒരു 1.5 മാസത്തെ നാട്ടിലെ സുഖവാസം തീരാറായി. ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പാക്കിംഗ് ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു വ്ളോഗും ഇതോടുകൂടി ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങൾ നാളെ വൈകുന്നേരം ഇവിടുന്ന് പോകും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലെയും വീട്ടിലെയൊക്കെ ചെറിയ കാഴ്ചകളും ഞങ്ങൾ എൻജോയ് ചെയ്ത് കുറച്ച് മൊമെൻറ്റ്സും പിന്നെ അടുത്ത ഒരു വർഷത്തേക്കുള്ള എനർജിയൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം ദുബായ് വെച്ച്. അതുപോലെ തന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് വേറെ. ഞങ്ങളിവിടെ നാട്ടിൽ സെപ്പറേറ്റ് ആയിട്ട് 1-2 സ്ഥലത്തൊക്കെ പോയായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ അടുത്ത് വ്ളോഗിൽ കൂടെയൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ കീപ് വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ ബൈ.